Today we can study circle theorems. Okay, here we can see main 4 or 5 theorems are there. Okay, the circle theorems includes the concept of tangents, sectors, angles, and the chord of a circle. Then before that you listen what is circle. Circle is the locus of all points in a plane which are equidistant from a fixed point. Okay, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈക്വിഡിസ്റ്റൻസിൽ വരണ കുറേ പോയിന്റ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, അതാണ് സർക്കിൾ. ഓക്കെ, അപ്പം ആ ഒരു ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ പോയിന്റിലും ഈക്വൽ ഡിസ്റ്റൻസിൽ വരേണ്ടത്. അപ്പോൾ ആ ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ആ ഫിക്സഡ് പോയിന്റാണ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. പിന്നെ ഈ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓൺ ദി സർക്കിൾ ആൻഡ് ഇറ്റ്സ് സെൻറ്റർ, ദാറ്റ് ഈസ് കോൾഡ് റേഡിയസ്. ഓക്കെ, സർക്കിളിലുള്ള ഓരോ പോയിന്റും സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ആ ഈക്വൽ ഡിസ്റ്റൻസിനാണ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു. നമ്മളൊരു കോമ്പസ് വെച്ച് വരയ്ക്കുവാണെങ്കിൽ ടിപ്പ് ഓഫ് ദ കോമ്പസ് സെൻറ്ററും ആ കോമ്പസിനകത്ത് എടുക്കുന്ന ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, അതാണ് അതിൻ്റെ റേഡിയസ്. ആ റേഡിയസിലായിരിക്കും നമ്മൾ സർക്കിൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ റേഡിയസ് ആൻഡ് സെൻറ്റർ മനസ്സിലായല്ലോ. ഇനി സർക്കിളിൻ്റെ ഒരു ടോട്ടൽ ബൗണ്ടറി ലെങ്ത്, നോർമലി ഒരു പോളിഗണിൻ്റെ ബൗണ്ടറി ലെങ്തിന് പറയുന്നത് പെരിമീറ്റർ. അതുപോലെ സർക്കിളിൻ്റെ ബൗണ്ടറി ലെങ്ത്, ദാറ്റ് ഈസ് നോൺ ആസ് പെരിമീറ്റർ ഓഫ് സർക്കിൾ. അതിന് വേറൊരു പേര് പറയും, ദാറ്റ് ഈസ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഇനി ഒരു സർക്കിളിൻ്റെ ഇൻസൈഡ് റീജിയൻ, അതിനെയാണ് നമ്മൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ബൗണ്ടറിക്ക് പെരിമീറ്ററും അല്ലെങ്കിൽ സർക്കംഫറൻസിനും ഇൻസൈഡ് വരുന്ന ആ റീജിയനെ ഏരിയ എന്ന് പറയും. ഇനി പിന്നെയുള്ളത് കോഡ്, ടാൻജൻറ്റ്. റേഡിയസ് എന്താണെന്ന് പറഞ്ഞു. കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യണ ലൈൻ, അതായത് സർക്കംഫറൻസിലുള്ള രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യണ ലൈനാണ് കോഡ്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ. സർക്കംഫറൻസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് കൂടെ കടന്നു പോണ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ, അതാണ് ടാൻജൻറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ച് കാണിക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി സം മോർ ക്ലിയർ ഐ തിങ്ക്. ഓക്കെ, സോ യു ലിസൺ. ദെൻ റേഡിയസ്, കോഡ്, ടാൻജൻറ്റ്, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ സർക്കിളിൽ ഒരു ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്താണ് സർക്കിൾ വരുന്നത്. ആ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും സർക്കംഫറൻസിലുള്ള ഓരോ പോയിന്റും. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസിനെ, അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ബൗണ്ടറിയിലോട്ട് വരുന്ന ഈ ലൈൻ, ഇതാണ് ദാറ്റ് ഈസ് നോൺ ആസ് റേഡിയസ്. ഇതുപോലെ നമുക്ക് വേറെയും റേഡിയസ് വരയ്ക്കാം. ഓക്കെ, ഇതെല്ലാമാണ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കംഫറൻസിലോട്ട് വരുന്ന ലൈൻസ് ദാറ്റ് ആർ നോൺ ആസ് റേഡിയസ്. ഓക്കെ, ഇനി അടുത്തത് കോഡ് എന്താണെന്ന് നോക്കാം. കോഡെന്ന് പറഞ്ഞാൽ സർക്കിളിലെ സർക്കംഫറൻസിലുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട്, ഇപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട്, ഈ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ ദാറ്റ് ഈസ് നോൺ ആസ് കോഡ്. ഓക്കെ, ഇതാണ് കോഡ്. ഇതുപോലെ നമുക്ക് എത്ര കോഡ്സ് വേണേലും വരയ്ക്കാം. ഓക്കെ, ഇതെല്ലാം കോഡ്സാണ്. ഇനി സർക്കിളിൻ്റെ ഈ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യണ കോഡ്, ഈ കോഡിന് ഇതായിരിക്കും ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ്. ഒരു സർക്കിളിലെ ലോങ്ങസ്റ്റ് കോഡ് എന്ന് പറഞ്ഞത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കോഡായിരിക്കും. ഒരെണ്ണമല്ല, അതുപോലെ നമുക്ക് വീണ്ടും വരയ്ക്കാം. ഇതെല്ലാം ലോങ്ങസ്റ്റ് കോഡുകൾ, ഒരേപോലെയുള്ള ലെങ്ത് ഉള്ള കോഡുകൾ, സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യണ കോഡുകൾ. ഈ കോഡുകൾക്ക് പറഞ്ഞ പേരാണ് ഡയമീറ്റർ. അപ്പോൾ ലോങ്ങസ്റ്റ് കോഡ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡയമീറ്റർ. ഓക്കെ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് സർക്കംഫറൻസിലുള്ള രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഡയമീറ്ററിൻ്റെ ഹാഫാണ് നമ്മളുടെ റേഡിയസ്, അല്ലേ? ഈ സെൻറ്ററിൽ നിന്ന് സർക്കംഫറൻസിലോട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസും സർക്കംഫറൻസിലെ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു.
അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയമീറ്റർ ഈസ് 2 times ഓഫ് റേഡിയസ്, അങ്ങനെ നമുക്ക് പറയാം. ഇനി അടുത്തത് ടാൻജൻറ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ദാറ്റ് ഈസ് നോൺ ആസ് ടാൻജൻറ്റ്. അപ്പോൾ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ബൗണ്ടറിയിലുള്ള ഒരു പോയിന്റ് കൂടെ വരയ്ക്കുന്ന ഒരു ലൈൻ. ആ ലൈൻ സർക്കിളിൻ്റെ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. So and tangent of a circle, that is tangent of a circle, then the line that is passing through the circumference of a circle and it is perpendicular to the radius of that circle. Okay, അപ്പം സർക്കിളിൻ്റെ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് സർക്കിളിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ, ദാറ്റ് ഈസ് നോൺ ആസ് ടാൻജൻറ്റ്. ഓക്കെ, അപ്പോൾ കോഡ്, റേഡിയസ്, ടാൻജൻറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സർക്കിൾ തിയറം അറിയുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി സർക്കിൾ തിയറത്തിലെ മെയിൻ ഒരു 5 തിയറംസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. Okay, one by one you can see. Then here you can see what is a chord, a line segment which joins any 2 points on circle circumference, that is known as chord. Diameter is the largest chord which passes through the center of the circle. Okay, now we can see here one circle AB, then one circle and AB, that is diameter, and CD another chord, and OE, that is radius of the circle. Okay, so now these are the main theorems. Okay, first one, angle subtended by a chord at a point, then the perpendicular from the center to a chord, equal chords and the distance from the center, angle subtended by an arc of a circle, cyclic quadrilateral. Okay, so these are the important theorems. The first one you listen. 2 equal chords of a circle subtend equal angles at the center of circle. 2 equal chords of a circle subtend equal angles at the center of the circle. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ AB ആൻഡ് PQ അത് 2 കോഡാണ്. ആ 2 കോഡ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ ABയും PQ എന്നുള്ള കോഡ് സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, അതിനാണ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞത്. അതായത് AOB ആൻഡ് POQ ഈ 2 ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് തിയറം. 2 equal chords of a circle subtend equal angles at the center of the circle. അപ്പോൾ ഇതുപോലെ സർക്കിളിൻ്റെ ഈ സെയിം ലെങ്തിലുള്ള എത്ര കോഡ് എടുത്താലും ആ കോഡെല്ലാം സർക്കിളിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ സെയിം ആയിരിക്കും. ഓക്കെ, അത് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഏറ്റവും ഈസി മെത്തേഡ് ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. AOB എന്നുള്ള ട്രയാങ്കിളും POQ എന്നുള്ള 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ AOB എന്നുള്ള ആംഗിളും POQ ആംഗിളും ഈക്വൽ ആണെന്ന് പറയാം. കാരണം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ CPCT യൂസ് ചെയ്ത് നമുക്ക് അത് ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ ഏതെങ്കിലും ക്രൈറ്റീരിയ യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ക്രൈറ്റീരിയ ദറ്റ് ഈസ് വെരി സിമ്പിൾ. ബിക്കോസ് AB ആൻഡ് PQ അറ്റ് ആർ സെയിം കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ്. പിന്നെ
ഒ എ ആൻഡ് ഒ ക്യു ഈക്വൽ ആണ്. രണ്ട് ട്രയാങ്കിളിലെയും കറസ്പോണ്ടിങ് പാർട്സ് നമ്മൾ നോക്കുക. ഒ എ ആൻഡ് ഒ ക്യു ആർ ഈക്വൽ ബിക്കോസ് ദാറ്റ് ടു ആർ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ദെൻ ഒ ബി ആൻഡ് ഒ പി ഈസ് ഓൾസോ ഈക്വൽ ബിക്കോസ് അതും സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിലെയും 3 സൈഡ്സും അതർ ട്രയാങ്കിളിന്റെ ഈ 3 കറസ്പോണ്ടിങ് പാർട്സിനോട് ഈക്വൽ ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് ഒ എ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം എ ബി ഈക്വൽ ടു പി ക്യു, ദാറ്റ് ഈസ് ഈക്വൽ കോഡ്സ് ഗിവൺ ആണ്. ഇനി ഒ എ ഒ ബി ഒ പി ഒ ക്യു ദാറ്റ് ഓൾ ആർ റേഡിയസ് ഓഫ് ദ സർക്കിൾ, സോ ദാറ്റ് ഓൾ ആർ ഈക്വൽ. ദാറ്റ് മീൻസ് 3 sides of the 2 triangles are equal. So we can say AOB and POQ are congruent by SSS criteria. Okay, side and side, 3 sides are equal. Therefore by PCT we can say AOB equal to POQ. AOB equal to POQ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ട് കോഡും ഈക്വൽ ആംഗിൾ ആണ് അവിടെ സബ്റ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ AOBയും POQ ഈക്വൽ ആണെങ്കിൽ that we proved, hence we proved. ഓക്കെ, ഇനി ഈ തിയറത്തിൻ്റെ ഇതാണ് ഫസ്റ്റ് തിയറം. അപ്പം നമ്മൾ ആൻസറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിയറത്തിൻ്റെ നമ്പർ മാത്രം എഴുതിപ്പോയാൽ മതി. എക്സാമിന് നിങ്ങൾ തിയറം ഏതാണെന്ന് എഴുതണം. പക്ഷേ നമ്മൾ ഒരു നോട്ട്ബുക്കിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അവിടെ തിയറം നമ്പർ ഇട്ടാലും മതി. അപ്പോൾ തിയറം നിങ്ങൾ ഓർത്താൽ മതി. ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് ഇതാണ്: 2 equal chords of a circle subtend equal angles at the center of the circle. ഓക്കെ, ഇനി ഇതിൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യണം? ഈക്വൽ കോഡാണെങ്കിൽ ഈക്വൽ ആംഗിൾ ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ കോൺവേഴ്സ് ഈക്വൽ ആംഗിൾ ആണെങ്കിൽ അത് ഈക്വൽ കോഡായിരിക്കും എന്ന്. ഓക്കെ, പറഞ്ഞതിന് നേരെ തിരിച്ച് പറഞ്ഞാൽ മതി. ഈ 2 angles subtended at the center by 2 equal chords are equal, then the chords are equal length. That means the 2 angles subtended are equal, then the chords are equal. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഈ ക്രൈറ്റീരിയ തന്നെ യൂസ് ചെയ്താൽ മതി. ക്രൈറ്റീരിയ അല്ല, ഈ കോൺഗ്രുവൻസി, രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആംഗിൾ AOBയും POQയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ റേഡിയസ് ഈക്വലാണ്, OA ഈക്വൽ ടു OQ ആണ്, OB ഈക്വൽ ടു OP ആണ്. അപ്പം രണ്ട് സൈഡും അത് ജോയിൻ ചെയ്യണം, അത് ഇൻക്ലൂഡ് ചെയ്യണ ആംഗിളും ഇവിടെ ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയതുകൊണ്ട് AB PQയും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത ക്രൈറ്റീരിയ മാറി, 2 സൈഡ്സും അത് ഇൻക്ലൂഡ് ചെയ്യണ ആംഗിളുമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോണ ക്രൈറ്റീരിയ ഏത് ക്രൈറ്റീരിയ ആയിരിക്കും? SAS ക്രൈറ്റീരിയ യൂസ് ചെയ്യാം. കാരണം ഇവിടെ AOB ഈക്വൽ ടു POQ ഈക്വൽ ആംഗിൾസ് സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ തന്നിട്ടുണ്ട്. OA ഈക്വൽ ടു OB ആൻഡ് OP ഈക്വൽ ടു OQ, റേഡിയസ് ഓഫ് the same circle. അപ്പോൾ നമുക്ക് 2 sides and 1 angle are equal, so these triangles are congruent by SAS criteria. Okay, SAS criteria വെച്ച് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ പാർട്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ABയും PQയും ഈക്വൽ ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് AB ഈക്വൽ ടു PQ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു തിയറമാണ് പഠിച്ചത്. ആ തിയറത്തിൻ്റെ കോൺവേഴ്സും. അപ്പോൾ തിയറം ഓർക്കണം. തിയറം: ഇഫ് 2 equal chords of a circle subtend equal angles at the center of the circle എന്നാണ്. ഇനി കോൺവേഴ്സ് പറയുമ്പം 2 angles subtended at the center are equal, then the chords are equal. ഓക്കെ, ആംഗിൾ ഈക്വൽ ആണെങ്കിൽ കോഡ്സ് ഈക്വൽ ആയിരിക്കും. ആദ്യം പഠിച്ചത് കോഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ് ആണ് അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ആദ്യത്തെ തിയറം നമ്മൾ പ്രൂവ് ചെയ്യാൻ SSS ക്രൈറ്റീരിയ യൂസ് ചെയ്തു. രണ്ടാമത്തെ തിയറം പ്രൂവ് ചെയ്യാൻ SAS ക്രൈറ്റീരിയ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തിയറം 2 പഠിക്കാം. ഓക്കെ.